നമസ്കാരം, രജിത ബാലു ആണ്. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? ചെടികളെ, പൂക്കളെ. അതിപ്പോൾ ചെടികളെന്ന് പറയുമ്പോൾ പച്ചക്കറികൾ ഉണ്ടാവുന്നതാണെങ്കിലും ഫലങ്ങൾ തരുന്നതാണെങ്കിലും ഇതുപോലെ അലങ്കാരങ്ങളുള്ളതാണെങ്കിലും ഒക്കെ നമുക്ക് ഏറെ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അവരുടെ വളർച്ചയും അവരുടെ പച്ചപ്പും പൂക്കളുടെ ഭംഗിയും അല്ലെങ്കിൽ അവരുടെ തടിയും അതൊക്കെ നമ്മൾ ആഗ്രഹിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണത് എങ്ങനെയോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ പരിപാലിക്കണത് എങ്ങനെയോ അതുപോലെ തന്നെ നമ്മൾ അവർക്കുമായിട്ട് സമയം ചിലവഴിക്കാറുണ്ട്. അവർക്കും നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള എനർജി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് ആണല്ലേ? ഇതെന്ത് കൊടുത്താൽ, എന്തൊക്കെ വളമായി കൊടുത്താൽ അവർക്ക് ഗുണം ചെയ്യും, പൂവുണ്ടാവാൻ എന്ത് വേണം എന്നൊക്കെ നമ്മളും ഒരു പരീക്ഷണശാലയാണ് ശരിക്കും ഓരോ വീട്ടമ്മമാരുടെയും പിന്നാമ്പുറ കഥകൾ അല്ലേ? അല്ലെങ്കിൽ വീട്ടമ്മമാരെന്നല്ല, ചെടികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴൊക്കെ യൂട്യൂബും സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം അല്ലേ? അപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണല്ലോ വളരെ ബുദ്ധിമുട്ട്. അതിൽ ഇതുപോലെ ദഹിപ്പിക്കാവുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് തീർച്ചയായും വളമാക്കിയിട്ട് മാറ്റാം തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ അതുപോലെ ഇത്തിരി ബൾക്കായിട്ട് അച്ചാർ ഞാൻ ഓർഡർ പ്രകാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ചാറിനായിട്ട് മാങ്ങ നമ്മൾ ചെത്തൂലോ, തോല് കളഞ്ഞപ്പോൾ കുറച്ചധികം തോല് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്തിരി വൃത്തിയിൽ സൂക്ഷിച്ചില്ല. കാരണം അച്ചാറിൻ്റെയൊക്കെ കുറേ തിരക്കുള്ള പണിയായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ആ തോലും നമുക്ക് അച്ചാറിടാമായിരുന്നു. അതുപോലെ തന്നെ ആ തോല് ഉണക്കിയിട്ട് നമുക്ക് എനർജി ബൂസ്റ്റിംഗ് പൗഡറായിട്ട് എടുത്തു വയ്ക്കായിരുന്നു എന്നൊക്കെ ഞാൻ പിന്നെയാണ് യൂട്യൂബിൽ കണ്ടത് കേട്ടോ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാനത് കളഞ്ഞൊന്നുമില്ല. ഞാനത് നമ്മുടെ ചെടികൾക്ക് എനർജി ബൂസ്റ്റിംഗ് പൗഡറായിട്ട് തയ്യാറാക്കാണ് കേട്ടോ. അപ്പോൾ അതാ വലിയൊരു ഡവറയിൽ നിറയെ മാങ്ങാത്തോലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ടെറസിൻ്റെ മേലെ കൊണ്ടുവന്നിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ അതൊന്ന് പരത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 വെയിൽ കൊള്ളുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ മാങ്ങാത്തോല് 2 ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ആകെ ചുരുണ്ടിട്ടുണ്ട്. നല്ല ചൂടാണല്ലോ. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ടെറസിൻ്റെ മുകളിലും കൂടെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മളുടെ മാങ്ങാത്തോല് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥ. ഞാൻ 1 ദിവസം കൂടെ ടെറസിൻ്റെ മുകളിൽ ഇട്ടുകൂട്ടാ. എന്നിട്ടാണ് നമ്മളിത് എടുക്കണത്. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങാത്തോല് 4ാമത്തെ ദിവസം കേട്ടോ. നല്ല ചിലിച്ചിലെന്നുള്ള ശബ്ദം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് നല്ല ഉണങ്ങിയ ഡബ്ബയിലോ കവറിലോ ഒക്കെ ഇത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഉണങ്ങി പപ്പടം പോലെയായിരുന്നു നമ്മൾ പറയില്ലേ, പഴഞ്ചൊല്ല്. അതുപോലെ എന്താ പറയുക, അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? 4ാമത്തെ ദിവസമാണ് കേട്ടോ. ഇനി നമ്മളെ ഇത് സൂക്ഷിച്ച് വെക്കണം കുറേ ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഉണങ്ങിയ പാത്രങ്ങളിലോ ഡബ്ബകളിലോ അല്ലെങ്കിൽ പോളിത്തീൻ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോഴേ ഞാനിതൊരു കവറിലേക്കാണ് കേട്ടോ വാരിയെടുക്കണത്. ഇനി നമുക്കത് വെയിൽ കൊള്ളിക്കണ്ട. അപ്പോഴേ മാങ്ങാത്തോലുകൊണ്ടുള്ള നമ്മുടെ ചെടികൾക്ക്, പൂച്ചെടികൾക്കോ പച്ചക്കറി ചെടികൾക്കോ ഉള്ള വളത്തിനായിട്ടുള്ള വസ്തു ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വഴുതിനിയോ വെണ്ടയോ തക്കാളിയോ പൂച്ചെടികളോ അവർക്കൊക്കെ നമ്മൾ അവരുടെ കടയിൽ നമ്മൾ എന്താ കവറിലോ ചട്ടിയിലോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടഭാഗത്തു നിന്നും മണ്ണ് ഇളക്കി മറിച്ചിട്ട് ഇതൊക്കെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇത് പൊടിച്ചിട്ട് പൊടിയായിട്ടും ഇട്ട് കൊടുക്കാം. ഞാനൊരു സോയയുടെ പൗഡർ ഉണ്ടാക്കിയിട്ട് വളം, ആ പൗഡർ ഇട്ട് കൊടുക്കണ പോലെ വേണമെങ്കിൽ അങ്ങനെയും ഇടാം. അല്ലെങ്കിൽ ഇതിങ്ങനെ ജസ്റ്റ് ഉണങ്ങിയത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ക്രമേണ നമ്മൾ നനയ്ക്കുന്നതിനനുസരിച്ച് ആ വളം പതുക്കെ ഇറങ്ങിക്കോളും കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ചെയ്യണത്. ഏകദേശം തൈയൊക്കെ നട്ടിട്ട് ഈ ഒരു പ്രായമാകുമ്പോൾ, അതായത് ഒരല്പം കരുത്തിൽ വരുമല്ലോ, ആ സമയം തൊട്ട് നമ്മൾ വളം ചേർത്ത് തുടങ്ങിയാൽ മതി. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള ചെടികൾക്ക് ഏകദേശം ഒരു പിടുത്തത്തോളം ഈ തോല് ഉണക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. തോല് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഇളക്കി നീക്കിയ മണ്ണ് അതിൻ്റെ മീതെ തന്നെ ഇട്ട് കൊടുക്കുക. മണ്ണ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും അടുത്ത വേറെ മണ്ണ് എടുത്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നനച്ചു കൊടുക്കുക. അതുപോലെ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാം എന്തും റീയൂസ് ചെയ്തുകൊണ്ട് റീസൈക്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ? ഇതുപോലെ ദഹിക്കാവുന്ന വസ്തുക്കളെ വളമായി തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക്
വളം, എത്രയോ കാശിനുള്ള വളം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം അല്ലേ. പലപ്പോഴും അത് ജൈവ വളങ്ങളല്ലല്ലോ നമ്മൾ മേടിക്കണതിൽ, എന്തായാലും കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഇടുകയും ചെയ്യാമല്ലോ. അപ്പം നമുക്ക് ഇനിയും അടുത്തടുത്ത വളങ്ങളുടെ പരീക്ഷണങ്ങളായിട്ട് മറ്റ് വീഡിയോകളിൽ നമുക്ക് കാണണം. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിച്ചുകൊണ്ട് വീഡിയോ കാണാനും കമൻ്റ് ഇടാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കിലൂടെയാണ് ഞങ്ങളെപ്പോലുള്ളവർ വളരുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ കമൻറ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം, ചൂണ്ടിക്കാണിക്കണം. അത് തിരുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.